വിജയവീതിയിലേക്ക് പ്രിയപ്പെട്ട കേരള വിഷൻ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നോടൊപ്പം ഇന്നത്തെ അതിഥികൾ 2 പേരാണ്. ഞാനിപ്പോൾ കേരളത്തിൻ്റെ വടക്കേ അറ്റമായ ഏകദേശം കർണാടകത്തിന് തൊട്ട് മുമ്പ് 30 കിലോമീറ്റർ ഇപ്പുറത്താണ് ഉപ്പള എന്ന വില്ലേജിലാണ്. എന്നോടൊപ്പം അതിഥികളായി യുവ വ്യവസായികളായ ഇക്ബാലും അസീസുമാണ്. അവരെ നമുക്ക് വളരെ ആദരവോടെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷമാണ് വിജയവീതിയിലേക്ക് നിങ്ങളെ എനിക്ക് പരിചയപ്പെടുത്താൻ. കാരണം വിജയവീതി എന്ന പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ വ്യവസായത്തിലോ അല്ലെങ്കിൽ വ്യാപാര രംഗത്ത്, ജീവിത രംഗത്ത് വിജയം കൈവരിച്ചതുമായിട്ടുള്ള അനുഭവമാണ്. എങ്ങനെ വിജയം കൈവരിച്ചു, ആ വിജയത്തിലെത്തുവാൻ അതിൻ്റെ പുറകിലുള്ള പ്രയത്നം, കഠിനാധ്വാനം, ഇതൊക്കെയാണ് എൻ്റെ. പക്ഷേ നിങ്ങൾ വളരെ എക്സസൈസാണ്. നിങ്ങൾ വിജയം കണ്ടെത്തി തുടങ്ങി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വളരെ ചെറുപ്പക്കാരായ 2 വ്യവസായികൾ, വളരെ സന്തോഷമുണ്ടാകും പരിചയപ്പെടുത്തുവാൻ. എന്ന് തുടങ്ങിയ സുഹൃത്ത് ബന്ധം എത്ര വർഷക്കാലമായി? ഞങ്ങൾ സുഹൃത്ത് ബന്ധം തുടങ്ങിയിട്ട് 4-5 കൊല്ലമായി. 4-5 വർഷമായി അല്ലേ? 4-5 വർഷമായി. 4-5 വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാലഘട്ടമാണ്. കാരണം ജീവിതം തുടങ്ങിയിട്ടല്ലോ. എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസ കാലഘട്ടം അസീസിൻ്റെ? വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും SLC വരെ പഠിച്ചിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ ബിസിനസ്സിലോട്ട് ഇറങ്ങി. പിന്നെ പഠിത്തം നിർത്തി വെച്ചു. നല്ലതെന്ന് കരുതി. അതിന് മുമ്പ് ഫാദറൊക്കെ ബിസിനസ്സിലായിരുന്നു? ഫാദർ ഗൾഫിലായിരുന്നു, പിന്നെ റിട്ടയർ ചെയ്തു. നാട്ടിലാണ്. ബ്രദേഴ്സ് 4 പേര്. അല്ല, ഞാൻ 3-ാമത്തെ ആളാണ്. ബ്രദേഴ്സ് എല്ലാവരും, ഒരാൾ ഗൾഫിലാണ്, ഒരാൾ നാട്ടിലാണ്. ആദ്യമായിട്ട് തുടങ്ങുന്ന വ്യവസായം എന്താണ് ശരിക്കും? ആദ്യമായിട്ട് സ്വന്തമായിട്ട് തുടങ്ങുന്നത് ഉപ്പളയിൽ തന്നെയാണ്. ലുലു എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമാണ്. ലുലു എന്തായിരുന്നു? എന്ത് സ്ഥാപനമായിരുന്നു? ലുലു ഒരു ടെക്സ്റ്റൈൽസ് ആയിരുന്നു. ആദ്യമായിട്ട് ചെറുതായി തുടങ്ങിയതാണ്. ഇപ്പോൾ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിലെൻ്റെ ബ്രദർ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിലിപ്പോൾ ബ്രദറാണല്ലേ. പിന്നെ എങ്ങനെയായിരുന്നു ഇക്ബാലുമായിട്ടുള്ള? ഇക്ബാലിന് ഇങ്ങനെ ഉപ്പളയിൽ തന്നെ ഇങ്ങനെ ടൗണിൽ വെച്ച് കണ്ടുള്ള പരിചയമാണ്. ആ പരിചയം നല്ലൊരു ബന്ധമായി. ഇപ്പോൾ ഇതാ പുതിയൊരു ബിസിനസ്സുമായിട്ട്. ഇക്ബാലും നേരത്തെ ബിസിനസ്സിലുണ്ടോ അവിടെ? അല്ല, ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ടായിരുന്നു. ഏകദേശം ഡിഗ്രി വരെ ചെയ്ത്. പിന്നെ മുംബൈയിൽ ഞങ്ങൾക്ക് ഒരു ഹോട്ടലുണ്ടായിരുന്നു. ബോംബെയിൽ. അപ്പോൾ അതിൽ അവിടെ ആളില്ലാത്ത സമയത്ത് ഞാൻ അവിടെ പോയി. പിന്നെ പഠിത്തം നിർത്തിയെന്ന് പറഞ്ഞാൽ തുടരാൻ പറ്റിയില്ല. അതിന് ആളിൻ്റെ ഷോർട്ടേജ് കാരണം കൊണ്ട് ഞങ്ങൾ മുംബൈയിൽ തന്നെ ഹോട്ടൽ ലൈനിൽ അങ്ങനെ മുമ്പോട്ട് അങ്ങനെ നിന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഹോട്ടൽ ഞങ്ങൾ നടത്താൻ കൊടുത്തിയ ശേഷം വീണ്ടും ഞാൻ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മാവന് മറ്റേ ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു, കല്യാണ മണ്ഡപം ഓഡിറ്റോറിയം. അതിലൊരു 4 വർഷം ജോലി ചെയ്തു മാനേജ്മെൻറ്റായിട്ട്. എവിടെ? നാട്ടിലെവിടെ? കുഞ്ചത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, നാട്ടിൽ തന്നെ. പിന്നെ അത് ഞങ്ങൾ സെയിൽ ചെയ്തു. അപ്പോൾ എൻ്റെ അമ്മാവനത് സെയിൽ ചെയ്തതിന് ശേഷം ഉപ്പളയിൽ ഷോപ്പൊക്കെ ആയി. ഇങ്ങനെ ഇപ്പോൾ തുടങ്ങിയ ഈ ഗ്രാൻഡ് കിങ് അല്ല, ബേബി കിങ് അതിപ്പോൾ തുടങ്ങിയതാണ്. മുമ്പ് ഇങ്ങനെ ഷെയറിൽ ഞങ്ങൾ ഓരോരോ പാർട്ട്നേഴ്സിൻ്റെ കൂടെ ഷെയർ ചെയ്തിട്ട് ഒരു ബിസിനസ്, ടെക്സ്റ്റൈൽ തന്നെ, മണവാട്ടി, പിന്നെ റിയൽ എസ്റ്റേറ്റിലും ഇതിലൊക്കെ ഷെയർ ചെയ്ത്. പിന്നെ ഇപ്പോഴും എൻ്റെ ഷോപ്പുണ്ട്, മണവാട്ടി എന്ന് പറഞ്ഞാൽ മണവാട്ടി വെഡ്ഡിങ് സെൻറ്റർ. പിന്നെ ഇപ്പോൾ അതിലൊരു ഷോപ്പ് പിന്നെ ഞങ്ങൾ ചെയ്ത് ബേബി കിങ് കുട്ടികളുടേത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 പേർക്കും പാരമ്പര്യമായിട്ട് വന്നേക്കണ ഒരു ഇതാണല്ലേ വ്യവസായമായിട്ട് ബന്ധപ്പെട്ട്. ഫാദറായിട്ട് ഹോട്ടലും കാര്യങ്ങളൊക്കെ അല്ലേ? ഫാദർ മുമ്പ് സിമനാണ്. പിന്നെ എൻ്റെ ആക്ച്വലി ഗ്രാൻഡ് ഫാദറിൻ്റെ ആണ് ഹോട്ടൽ. പിന്നെ ഫാദറും ഗ്രാൻഡ് ഫാദറെല്ലാം ആയി. പിന്നെ അവിടെ നിന്ന് പിന്നെ നടത്തിന് കൊടുത്തതിന് ശേഷം ഞങ്ങൾ നാട്ടിൽ വന്നു. ഈ ബേബി കിങ് ആണ് നിങ്ങൾ 2 പേരും കൂടി ആദ്യമായിട്ട് തുടങ്ങുന്ന സംരംഭം? ആദ്യമായിട്ട് ഞങ്ങൾ 2 പേരും ആദ്യമായിട്ട് തുടങ്ങുന്നത് ബേബി കിങ്. അതിൻ്റെ സാധ്യതയെക്കുറിച്ച് കുട്ടികളുടെ മാത്രം വസ്ത്രങ്ങൾ വെച്ചിട്ടുള്ള അല്ലേ, റെഡിമെയ്ഡ്സ്? അതെ. അതിൻ്റെ സാധ്യത വളരെ കൂടുതലാണെന്ന് തോന്നിയല്ലേ ശരിക്കും? മണവാട്ടി എന്ന് പറയുന്നത് എന്ത് കടയായിരുന്നു ശരിക്കും? മണവാട്ടി വെഡ്ഡിങ് സെൻ്ററാണ്, സാരിയുടെ. കല്യാണത്തിൻ്റെ അതിന് വേണ്ട എല്ലാ ഡ്രസ്സുകളും മെറ്റീരിയൽസും
ഉള്ള ഷോപ്പാണ് മണവാട്ടിയിലുണ്ട്. ഇത് ബേബി കിങ്ങിന് കുട്ടികളുടെ മാത്രമായി കുട്ടികളുടെ മാത്രം.